ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചോക്ക് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബഡേ ഷെഹർ കെ ബേതർതീബ് ചോക്ക് കവി നെ ऐसा क्यों कहा होगा. അതായത് വലിയ പട്ടണങ്ങളിലെ ബേതർതീബ് എന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള ചോക്ക് എന്താണ് ഈ ജംഗ്ഷൻ പോലെയുള്ള ഏരിയ, അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ബേതർതീബ് എന്നുള്ള വാക്ക്, അതും ക്രൗഡഡ് ആയിട്ടുള്ള പട്ടണങ്ങളിൽ, വലിയ വലിയ പട്ടണങ്ങളിൽ ഇങ്ങനത്തെ എന്താണ് ജംഗ്ഷൻസ് ആണ് അല്ലെങ്കിൽ ചോക്കാണ് ഉള്ളത് എന്ന് എന്തുകൊണ്ടാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവി ने ऐसा इसलिए कहा है क्योंकि बड़े शहरों के चौक बहुत अव्यवस्थित और भीड़ भाड़ वाले होते हैं. കവി ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പട്ടണങ്ങളിലെ ചോക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അവ്യവസ്ഥിത്, അതായത് വ്യവസ്ഥ ഒന്നും ഇല്ലാത്ത ഒരു നല്ല രീതിയിലല്ല. ഓർ ഭീഡ് ഭാഡ് വാലി, ഭീഡ് ഭാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുള്ള അങ്ങനത്തെ ജംഗ്ഷൻസ് ആയിരിക്കും എന്താണ് വലിയ വലിയ ടൗണിലൊക്കെ ഉണ്ടായിരിക്കുക. വഹാ നിയമോ കാ പാലൻ കർനെ വാലി ലോഗ് ബഹുത് കം ദിഖ്തേ ഹെ. അവിടെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ് ഉണ്ടായിരിക്കുള്ളൂ. അത്തരം ആളുകളെ നമുക്ക് വളരെ കുറച്ചേ കാണാനായിട്ട് കഴിയുള്ളൂ. पर यह देखकर कवि को अपने कस्बे की सुरक्षित चौक की याद आती है. അതായത് ഇത് കാണുമ്പോൾ കവിക്ക് തൻ്റെ കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പട്ടണം, അവിടെയുള്ള സുരക്ഷിതമായിട്ടുള്ള ആ ജംഗ്ഷന്റെ ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത്. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. ജഹാ സ്ത്രീയ ഒന്നെങ്കിൽ ഉസ്സേന്ന് എഴുതുക അല്ലെങ്കിൽ ഉൻഹേന്ന് എഴുതുക കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് എപ്പോഴും ഉൻഹേന്നാണ് എഴുതുക. സഡക് പാർ കറാന എന്നല്ല കർണ സിക്കാത്തി थी. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കസ്ബയിലാണോ ഈ സ്ത്രീകൾ അദ്ദേഹത്തിന് സഡക് പാർ കർണെന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സിഖാത്തി थी പഠിപ്പിച്ചിരുന്നത് എന്നാണ്. അപ്പം ഇങ്ങനത്തെ വലിയ വലിയ പട്ടണങ്ങളിലെ തിരക്ക് കൂടിയ റോഡുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ആ ചെറിയ പട്ടണത്തിലെ സുരക്ഷിതമായിട്ടുള്ള റോഡുകൾ ഓർമ്മ വരികയാണ്. എവിടെയാണോ ആ സ്ത്രീകൾ തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിരുന്നത്, ആ റോഡുകൾ അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ ഓർമ്മ വരികയാണ് എന്നാണ് ആ ഒരു ആൻസറിന്റെ അർത്ഥം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 20 ബർസോं के अखबार के पीछे छोड़ आया था इस कथन का तात्पर्य क्या है. അതായത് 20 വർഷം പഴക്കമുള്ള എന്താണ് അഖ്ബാർ, അഖ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ, അതിന്റെ പിന്നിൽ ഛോടായാഥ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഇസ് കഥൻ കാ താത്പര്യ ക്യാ ഹെ, ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ इस कथन का मतलब है कि कवि ने अपने बचपन, स्कूल की स्लेट और पुराने अनुभवों को बहुत पहले ही छोड़ दिए थे. അതായത് ഈ കഥൻ, ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്ലബ് എന്ന് വെച്ചാൽ അർത്ഥം എന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിനെ അപ്നെ ബച്പൻ, സ്കൂൾ കി സ്ലേറ്റ് ഓർ പുരാനെ അനുഭവോക്കോ, അതായത് കവി തന്റെ ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം, അതുപോലെ തന്നെ സ്കൂളിലെ സ്ലേറ്റ്, അതുപോലെ തന്നെ പുരാനെ അനുഭവം, പുരാനെ എന്ന് പറഞ്ഞാൽ പഴയ അനുഭവങ്ങൾ, ഇതൊക്കെ ബഹുത് പെഹലെ ഹി വളരെ കാലം മുന്നേ തന്നെ ഛോഡ് ദിയേ ഥേ എന്ന് വെച്ചാൽ വിട്ട് കളഞ്ഞിരുന്നു. അതായത് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കവി ഇപ്പൊ കുട്ടിയല്ല അല്ലെ, കവിക്ക് കുറച്ച് ഏജ് ആയിട്ടുണ്ട്. അപ്പം അത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കവിയുടെ കുട്ടിക്കാലം കഴിഞ്ഞിട്ട്. അഖ്ബാർ യഹാ സമയ കെ ബീത്നെ കാ സങ്കേത് ഹെ. അഖ്ബാർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇവിടെ സമയ കെ ബീത്നെ കാ സങ്കേത് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു പോയതിന്റെ സങ്കേതം, ഹിന്റാണ്. यानी 20 साल बीत जाने के बाद भी वे यादें कवि के मन में अब भी जीवित है. അതായത് 20 साल बीत जाने के बाद भी 20 വർഷം, ബീത്ത് ജാന എന്ന് വെച്ചാൽ കഴിഞ്ഞു പോവുക, കഴിഞ്ഞു പോയിട്ടും, ബാദ് ഭി എന്ന് പറയുമ്പോൾ അത്രയും കാലം കഴിഞ്ഞു പോയിട്ടും, വേ യാദെ ആ ഓർമ്മകൾ, കവിക്ക് മന്മേ കവിയുടെ മനസ്സിൽ അബ് ഭി ജീവിത് ഹെ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സഹി മിലാൻ കരെ. മിലാൻ കർണ എന്ന് വെച്ചാൽ മാച്ച് ചെയ്യുക എന്നാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്തസാർ കർണ, ഇന്തസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഏതിനായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? പ്രതീക്ഷ കർണ എന്നുള്ളതിനായിട്ടാണ്. ഹവാലെ കർണ, ഹവാലെ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഏൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. സോപ്പ് ദേന, സോപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഏൽപ്പിക്കുക എന്നാണ് അർത്ഥം. ദാഖില ലേന, ദാഖില ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രവേശ് കർണ അത് മാച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഛോഡ് ആന, ഛോഡ് ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക, ഉപേക്ഷിത് കർണ
അല്ലെങ്കിൽ ഉപേക്ഷ കർണ എന്നാണെങ്കിലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം മാച്ച് ദ ഫോളോയിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സമാൻ ആശയ് വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. സെയിം അർത്ഥമുള്ള ലൈൻസ് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്, ചൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. ഉൻ മഹിളാओं ने मुझे कठिनाइयों को पार करने में मदद दी. ആ സ്ത്രീകൾ എന്നെ എന്താണ് കഠിനായി എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനായിട്ട് അല്ലെങ്കിൽ തരണം ചെയ്യാനായിട്ട്, പാർ കർണ എന്ന് വെച്ചാൽ തരണം ചെയ്യുക, തരണം ചെയ്യാനായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് ഏത് ലൈൻസ് ആണ്? ഉൻ സ്ത്രീയോ കാ വൈഭവ് മേരെ സാത്ത് രഹ ജിൻഹോനെ മുझे ചൗക്ക് പാർ കർണ സിഖായ എന്നുള്ള ലൈൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഛോട്ടെ ഷെഹർ കെ സ്കൂൾ മേ മേരി ഭർത്തി ഹുയി. അതായത് ചെറിയ ആ ഒരു പട്ടണത്തിലെ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ്. കസ്ബെ കെ സ്കൂൾ മേ മാനെ പെഹലി ബാർ ദാഖില ലിയാ ഥ എന്നുള്ളതാണ് മാച്ചിങ് ആയിട്ട് വരുന്ന ലൈൻസ് അല്ലെങ്കിൽ സിമിലർ അർത്ഥമുള്ള ലൈൻസ് എന്ന് പറയുന്നത്. അസ്ത് വ്യസ്ത് ചൗരാഹോ കോ പാർ കർത്തെ സമയ മുझे ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹെ. അതായത് ഇങ്ങനെ അസ്തവ്യസ്തമായിട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ആയിട്ടൊക്കെ കിടക്കുന്ന എന്ന് വെച്ചാൽ ശ്രദ്ധ ഇല്ലാതെ ആളുകൾ വണ്ടി ഓടിക്കുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ജംഗ്ഷൻസിന്റെ അവിടെയൊക്കെ അല്ലെങ്കിൽ ക്രോസ് റോഡ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊക്കെ ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് കവിക്ക് ആ സ്ത്രീകളെ ഓർമ്മ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ 3 ലൈൻസ് ആണ് വരുന്നത്. ജബ് കബി मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उन स्त्रियों की याद आती है. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? സ്ത്രീയോനെ മുझे പ്രതീക്ഷ കർണ സിഖായ. അതിന് സിമിലർ ആയിട്ടുള്ള വരി എന്താണ്? ഉൻഹോനെ മുझे इंतजार करना सिखाया എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ പ്രസംഗോ കെ ചിത്ര ഖീച്ചെ ശീർഷക് ദേ ഓർ പ്രദർശനി ചലായി. ഇത് എന്താണ്? അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്യേണ്ട പോലത്തെയാണ്. ഓക്കെ, താഴത്തെ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് അതിന് ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിത ക ആശയ ലിഖേ എന്നുള്ളതാണ്, കവിതയുടെ ആശയം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം നോക്കാം. ശ്രീ അലോക് ധൻവ की चौक नामक कविता उनके बचपन की यादों पर आधारित है. അപ്പോൾ ആധാരിത് എന്ന് വെച്ചാൽ അധിഷ്ഠിതമാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ശ്രീ അലോക് ധൻവയുടെ ചോക്ക് എന്ന പേരുള്ള ഈ ഒരു കവിത അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. ഈ സെന്റൻസ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചെറിയൊരു സെന്റൻസ് വേറെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയതാണ് ഈ ഒരു സെന്റൻസ് കേട്ടോ. അതായത് 1998 में प्रकाशित हुई दुनिया रोज बनती है नामक कविता संग्रह की कविता है चौक എന്നുള്ളതും കൂടി എഴുതുക. അപ്പം അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അത് മെൻഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുക. അതായത് 1998 പബ്ലിഷ് ചെയ്യപ്പെട്ട, പ്രകാശിത് ഹുയി എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ദുനിയ റോസ് ബൻതി ഹെ എന്നുള്ള ആ ഒരു കവിതാ സംഗ്രഹത്തിലെ കവിതയാണ് ചോക്ക് എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തുക. അത് നോട്ടും ചെയ്ത് വെക്കുക കേട്ടോ, ചിലപ്പോൾ എടുത്ത് ചോദിച്ചു എന്നിരിക്കുക. इनी वे जब छोटे थे तो उनके मोहल्ले की अनेक साधारण स्त्रियां उन्हें സ്കൂൾ ആനെ ജാനെ മദത് കർത്തി थी. അതായത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവരുടെ ആ മൊഹല്ല എന്ന് വെച്ചാൽ ആ ലൊക്കാലിറ്റി, ആ പ്രദേശത്തെ അനേകം സാധാരണ സ്ത്രീകൾ അദ്ദേഹത്തിനെ സ്കൂളിലോട്ട് വരാനും പോകാനും, ആനെ ജാനേമേ എന്ന് പറഞ്ഞാൽ വരാനും പോകാനുമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. മദത് കർത്തി थी. ओके, सुबह उनकी माँ उनको उन स्त्रियों के हवाले कर देती थी. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ എന്താണ് ആ സ്ത്രീകളെ ഏൽപ്പിക്കുമായിരുന്നു. ഹവാലെ കർണ എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക. उनका स्कूल उसी रास्ते में था जहाँ से ये स्त्रियां काम पर जाती थी. അദ്ദേഹത്തിന്റെ സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് പോകുന്ന ആ വഴിയിൽ തന്നെയായിരുന്നു. ऐसे ही उन्होंने कवि को चौक पार करना सिखाया. അങ്ങനെയാണ് ആ സ്ത്രീകൾ എന്താണ് കവിയെ ഈ ചോക്ക് പാർ കർണ, അതായത് ക്രോസ് റോഡ് അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ മുറിഞ്ഞു കടക്കാനായിട്ട് സഹായിച്ചത്. സ്കൂൾ സെ ലौटते वक्त उनको उन स्त्रियों का इंतजार करना पड़ता था. ആ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, ലോട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, സ്കൂൾ സെ ലോട്ട്ത്തെ വക്ത്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഉൻകോ ഉൻ സ്ത്രീയോ ക ഇന്തിസാർ കർണ പഡ്താ ഥാ. അദ്ദേഹത്തിന് ആ സ്ത്രീകളെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. ഇന്തിസാർ കർണ വെച്ചാൽ വെയിറ്റ് ചെയ്യുക, കാത്തു നിൽക്കുക. ഉൻഹെ ഇന്തിസാർ കർണ ബി ഉൻ സ്ത്രീയോനെ സിഖായ. അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യാനും ആ സ്ത്രീകളാണ് പഠിപ്പിച്ചത്. കസ്ബെ കെ സ്കൂൾ മേ ദാഖില ലേനെ കെ ബാദ് വേ ഖുദ് ഹി സ്കൂൾ ജാനെ ലഗെ. അതായത്
മുൻപാണെങ്കിൽ അവരുടെ ആ പ്രദേശത്ത് തന്നെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ പട്ടണം കസ്ബ അവിടെയുള്ള ഒരു സ്കൂളിൽ അദ്ദേഹം അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം വേ ഖുദ് ഹി സ്കൂൾ ജാനെ ലഗെ, അദ്ദേഹം സ്വയം തന്നെ ഒറ്റയ്ക്ക് സ്കൂളിലോട്ട് പോകാനായിട്ട് തുടങ്ങി. കുച്ച് ദിൻ ബാദ് വേ അപ്നെ ദോസ്തോ കെ സാത്ത് അനേക് ദൂസരെ രാസ്തോ സെ ഭി സ്കൂൾ ആനെ ജാനെ ലഗെ. കുറച്ച് ദിവസത്തിന് ശേഷം എന്താണ് അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് പല പല വഴികളിലൂടെയായിട്ട് സ്കൂളിൽ നിന്ന് വരാനും പോകാനൊക്കെ തുടങ്ങി. പർ ആജ് ബി അല്ലെങ്കിൽ അബ്ബി, അതിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. ആജ് ബി എന്ന് പറയുമ്പോൾ ഇന്നും, അബ്ബി എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ജബ് വേ കിസി ബഡേ ഷെഹർ കെ ബേതർത്തീബ് ചോക്ക് സെ ഗുസർത്തെ ഹൈ തോ ഉൻഹെ ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹൈ. അതായത് ഇപ്പോഴും ഇന്നും എന്താണ് അദ്ദേഹം ഏതെങ്കിലും നിയന്ത്രണമില്ലാത്ത ഒരു ജംഗ്ഷനിലൂടെ ഒക്കെ ഗുസർത്തെ ഹൈ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് അന്ന് തന്നെ റോഡ് മുറിഞ്ഞു കടക്കാനായിട്ട് പഠിപ്പിച്ച ആ സ്ത്രീകളെ ഓർമ്മ വരും എന്നാണ് പറയുന്നത്. വേ അൻജാനെ ഹി അപ്ന ഹാത്ത് ഉൻകി ഓർ ബഡാ ദേത്തെ ഹൈ. അദ്ദേഹം അൻജാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ തന്നെ, അതായത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, അങ്ങനെ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യില്ലേ, അതിനാണ് അൻജാനെ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അറിയാതെ തന്നെ, ജാന എന്ന് വെച്ചാൽ എന്താണ് അറിയുക, അൻജാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തന്നെ അപ്ന ഹാത്ത് തൻ്റെ കയ്യ് ഉൻകി ഓർ ബഡാ ദേത്തെ ഹൈ. ഓർ എന്ന് പറയുമ്പോൾ ആ ഒരു ദിശയിൽ, ആ ഒരു ഡിറക്ഷനിൽ അവർക്ക് നേരെ നീട്ടുന്നു. ആർക്ക് നേരെ? ആ സ്ത്രീകൾക്ക് നേരെ. ഓർ ദൂസരെ ഹാത്ത് സെ അപ്നെ സ്ലേറ്റ് കോ സംഭാൽത്തെ ഹൈ. എന്നിട്ട് മറ്റൊരു കൈ കൊണ്ട് തൻ്റെ കയ്യിലെ സ്ലേറ്റ് സംഭാൽത്തെ ഹൈ എന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടി പിടിക്കുന്നു. ഉൻകെ ബച്പൻ കോ ബീത്തെ 20 ബരസ് സെ അധിക് ഹോ ഗയാ ഹൈ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ബീത്തെ എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയിട്ട് 20 ബരസ് സെ അധിക് ഹോ ഗയാ ഹൈ. അതായത് എന്താണ് 20 വർഷത്തിൽ കൂടുതലായി. 20 എന്ന് പറഞ്ഞാൽ 20, ബരസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാൽ എന്നായാലും എഴുതാം കേട്ടോ. ബരസ് എന്നുള്ളതിന് പകരം സാൽ എന്ന് എഴുതാം. അധിക് ഹോ ഗയാ ഹൈ അതിന്റെ അർത്ഥം എന്താണ്? വർഷം എന്ന് മാത്രമാണ്. അപ്പം 20 വർഷത്തിൽ കൂടുതലായി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം കഴിഞ്ഞിട്ട്. ഫിർ ബി എന്നിരുന്നാലും ഉൻകെ സാത്ത് ഉൻ സ്ത്രീയോ കാ വൈഭവ് ഹൈ. അദ്ദേഹത്തോടൊപ്പം ആ സ്ത്രീകളുടെ വൈഭവ് എന്ന് വെച്ചാൽ മഹത്വം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. യ കവിത സഹयोग സുരക്ഷ വിശ്വാസ് और बचपन की सीख को दर्शाती है. ഈ ഒരു കവിത സഹयोग എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോപ്പറേഷൻ, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഒത്തൊരുമിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി. വിശ്വാസം. അതുപോലെ തന്നെ ബച്പൻ കി സീഖ്, അതായത് ചൈൽഡ്ഹുഡിൽ കുട്ടിക്കാലത്ത് കിട്ടുന്ന എന്താണ് ലെസൺസ്. സീഖ് എന്ന് പറയുമ്പോൾ പാഠങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കില്ലേ, അതിനാണ് പറയുന്നത്. കോ ദർശാത്തി ഹൈ, അതിനാണ് കാണിക്കുന്നത്. യ കവിത യ സീഖ് ദേത്തി ഹൈ कि हमारे आसपास के साधारण लोग भी हमें जीवन की बड़ी सीख देते हैं. അതായത് ഈ ഒരു കവിത നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാരെ ആസ്പാസ് കെ, നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ലോഗ് ബി, സാധാരണ ആളുകളും ഹമേ നമുക്ക് എന്താണ് ജീവൻ കി ബഡി സീഖ് ദേത്തെ ഹൈ, എന്താണ് ജീവിതത്തിലെ വലിയ പാഠങ്ങൾ പകർന്നു തരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സീഖ് എന്നുള്ളത് 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യ കവിത ദർശാത്തി ഹൈ അല്ലെങ്കിൽ യ കവിത ബത്താത്തി ഹൈ കി ഹമാരെ ആസ്പാസ്, അങ്ങനെ എഴുതാം കേട്ടോ. സീഖ് എന്ന് 2 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ രസമില്ലല്ലോ അല്ലെ. അപ്പോൾ നമുക്ക് എന്താണ് യ കവിത യ ബത്താത്തി ഹൈ അല്ലെങ്കിൽ ദർശാത്തി ഹൈ कि हमारे आसपास के साधारण लोग भी हमें जीवन की बड़ी सीख देते हैं എന്നുള്ള രീതിയിൽ എഴുതി അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെയുള്ളത് ഒരു അനുബന്ധ കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പോലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഉള്ളത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ അല്ല. സുരക്ഷ ന കേവൽ എക് നാര ബൽക്കി ഹൈ യ ജീവൻ കി എക് ധാര. നാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം. അതായത് സുരക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു നാര, ഒരു മുദ്രാവാക്യം മാത്രമല്ല, ബൽക്കി ഹൈ യ ജീവൻ കി എക് ധാര, ജീവന്റെ ഒരു ധാര എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുച്ച് സഡക് ചിനോ കോ പെഹച്ചാനെ. അതായത് താഴെ കുറച്ച് ഇങ്ങനെ സിഗ്നൽസ് ഒക്കെ തന്നിട്ടുണ്ട്, കുറച്ച് സയൻസ് തന്നിട്ടുണ്ട്. ആ സയൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മോഡൽ ഇവിടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ, ഇങ്ങനെ ക്രോസ് ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ പറഞ്ഞാൽ ചോക്ക് അല്ലെങ്കിൽ ചോരാഹ എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ക്രോസ് റോഡ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി യാതായാത് സങ്കേതക് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാഫിക് സിഗ്നൽ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്
ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സിമ്പൽ കാണിച്ചിട്ടുണ്ട് അല്ലെ, ഒരു സൈൻ കാണിച്ചിട്ടുണ്ട്. എന്താണ്? പാദൽ ക്രോസിംഗ് എന്ന് വെച്ചാൽ സീബ്ര ക്രോസിംഗ്, അതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ഇതേപോലെ തന്നെ വേറെയും കുറച്ച് സൈൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഡീർ ഇങ്ങനെ ചാടുന്നതായിട്ടല്ലേ കാണുന്നത്. ജംഗ്ലി ജാൻവർ പാർ കർ രഹാ ഹെ, അതായത് ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ബോർഡുകൾ വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ഊബഡ് ഖാബഡ് സടക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അണീവൻ ആയിട്ടുള്ള, അതായത് ഒരേപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന റോഡല്ല, അണീവൻ ആയിട്ടുള്ള റോഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പലാണ് അതെന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത് ആകെ സ്കൂൾ ഹെ എന്നുള്ളതാണ്. അതായത് മുന്നിൽ സ്കൂളുണ്ട്, അപ്പോൾ സ്ലോ ആയിട്ട് പോകണം എന്ന് കാണിക്കാനായിട്ടുള്ള സൈനാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.